എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ദിവസവും കാണുന്ന സ്വപ്നങ്ങൾ അത് വെറും തോന്നലുകളാണോ, അതോ തലച്ചോർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണോ? ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കപ്പുറം വലിയൊരർത്ഥം അതിനുണ്ട്. പഴയകാല ബൈബിൾ ഗ്രന്ഥങ്ങൾ സ്വപ്നങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നതിനെക്കുറിച്ചുള്ള വളരെ രസകരമായൊരു പ്രഭാഷണമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ടത്രേ. ഈ ഉറവിടം കൃത്യമായി എന്താണ് നമ്മോട് പറയുന്നതെന്ന് തികച്ചും നിഷ്പക്ഷമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വലിയ വിഷയത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇന്നത്തെ വിശകലനത്തിൽ പ്രധാനമായും 6 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്വപ്നങ്ങളുടെ ലക്ഷ്യം, അതിനെ എങ്ങനെ തിരിച്ചറിയാം, അതുണ്ടാക്കുന്ന എതിർപ്പുകൾ, അവിശ്വാസികൾക്കും ലഭിക്കുന്ന സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, പിന്നെ സ്വപ്നങ്ങളുടെ അർത്ഥവും അതിലെ രഹസ്യങ്ങളും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഒന്നാമത്തെ കാര്യം, സ്വപ്നങ്ങളുടെ ദൈവിക ഉദ്ദേശം എന്താണെന്ന് നോക്കാം. മനുഷ്യൻ സ്വന്തം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വളരെ ശാന്തമായി ഉറങ്ങുന്ന സമയത്താണ് ദൈവം ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്നതെന്നാണ് ഈ പ്രഭാഷണം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലെ ആ സംഭവം ഒന്ന് നോക്കൂ. സ്വപ്നത്തിൽ ദൈവദൂതൻ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ എന്ന് ഞാൻ മറുപടി നൽകി. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വപ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ പോലെയല്ല. അതൊരു സജീവമായ, നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്ന 2-വേ കമ്മ്യൂണിക്കേഷനാണ്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ദൈവികമായൊരു സ്വപ്നം ശരിക്കും വളരെ ആഴത്തിലുള്ളൊരു ആത്മീയ അനുഭവമാണ്. മനസ്സ് ശാന്തമായിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് അവിടെ പൂർണ്ണമായി ഉണർന്നിരിക്കും. ചിലപ്പോൾ ഭയം, സന്തോഷം, വിയർപ്പ്, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നതായുള്ള തോന്നൽ വരെയൊക്കെ നമുക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. ചുരുക്കിപ്പറഞ്ഞാൽ ഇതൊരു വെറും ഉറക്കമല്ല, ശാരീരികമായും ആത്മീയമായും നമ്മൾ മുഴുവനായും പങ്കുചേരുന്നൊരു പ്രക്രിയയാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം, സ്വപ്നങ്ങളെ എങ്ങനെ പരിശോധിക്കാം, എങ്ങനെ പങ്കുവയ്ക്കാം. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണോ? അല്ല. അതുകൊണ്ട് അതിനെ വിവേചിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം വെച്ച് നോക്കുമ്പോൾ സ്വപ്നങ്ങളെ നമുക്ക് പ്രധാനമായും 2ആക്കി തിരിക്കാം. യഥാർത്ഥമായ ദൈവിക സ്വപ്നം എപ്പോഴും ഒരാളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും, വലിയൊരു സമാധാനം നൽകും. എന്നാൽ മറുഭാഗത്ത് വഞ്ചനാപരമായ സ്വപ്നങ്ങളുമുണ്ട്. അത് ഭയമുണ്ടാക്കുകയും നമ്മളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്വപ്നം കണ്ടുണർന്നാൽ നമ്മൾ ശരിക്കും എന്തു ചെയ്യണം? അതിന് 3 വഴികളാണുള്ളത്. 1. സ്വപ്നം കണ്ടയുടനെ അത് അന്ധമായി അങ്ങ് വിശ്വസിക്കരുത്. 2. അത് ദൈവവചനവുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. 3. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ജോസഫ് ചെയ്തതുപോലെ ഒരു സ്വപ്നം രഹസ്യമാക്കി വയ്ക്കുന്നതിനേക്കാൾ അത് മറ്റുള്ളവരോട് പറയേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം, എതിർപ്പുകളെയും അവിശ്വാസത്തെയും നേരിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ആത്മീയ ദർശനങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പലപ്പോഴും സ്വന്തം വീട്ടുകാരിൽ നിന്ന് പോലും വലിയ എതിർപ്പുകളുണ്ടായേക്കാം. ജോസഫിന്റെ ആ പ്രശസ്തമായ കഥയോർമ്മയുണ്ടോ? അവൻ സ്വന്തം സ്വപ്നങ്ങൾ പങ്കുവച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ? വയലിലെ കറ്റകൾ തന്നെ വണങ്ങുന്ന സ്വപ്നം പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരന്മാർ അവനെ കൊല്ലാനാണ് പദ്ധതിയിട്ടത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വണങ്ങുന്നത് കണ്ടുവെന്ന് പറഞ്ഞപ്പോഴോ സ്വന്തം പിതാവായി യാക്കോബ് പോലും അവനെ ശാസിച്ചു. പക്ഷേ മനുഷ്യരെന്തു തന്നെ എതിർത്താലും ഒരു ദൈവിക സ്വപ്നം നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നാണ് ഉറവിടം പറയുന്നത്. ഇതാ സ്വപ്നം കാണുന്നവൻ വരുന്നു. സഹോദരന്മാരുടെ ഈ പരിഹാസം നോക്കൂ. ഇത്തരം പരിഹാസങ്ങളും കളിയാക്കലുകളുമൊക്കെ കേൾക്കുന്നത് ഈ സ്വപ്നയാത്രയിൽ വളരെ സ്വാഭാവികമാണെന്നും നമ്മൾ അത് തീർച്ചയായും പ്രതീക്ഷിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അത്തരം എതിർപ്പുകൾക്കൊന്നും നമ്മുടെ വിശ്വാസത്തെ തളർത്താൻ കഴിയരുത്. ഇനി 4-ാമത്തെ വിഭാഗം, അവിശ്വാസികൾക്കുള്ള സന്ദേശങ്ങൾ. ദൈവീക സ്വപ്നങ്ങളെന്നത് വിശ്വാസികൾക്കോ അനുയായികൾക്കോ മാത്രമുള്ള ഒരു പ്രത്യേക അവകാശമാണോ? ദൈവം തന്റെ ആളുകളോട് മാത്രമാണോ സംസാരിക്കുന്നത്? ഇതിനുള്ള ഉത്തരം കൃത്യമായും അല്ല എന്നാണ്. ചരിത്രത്തെ മാറ്റിമറിക്കാനും വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും ദൈവം പലപ്പോഴും അവിശ്വാസികളുടെയും അന്യജാതിക്കാരുടെയും ഉറക്കത്തിൽ ഇടപെടുന്നതായി വേദപുസ്തകം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ 3 സംഭവങ്ങൾ നോക്കൂ. അബ്രാഹാമിന്റെ ഭാര്യയായ സാറായ സ്വന്തമാക്കാൻ ശ്രമിച്ച അബിമേലെക്ക് രാജാവിന് അവരെ തുടരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് കിട്ടുന്നു. ഗിദിയോന്റെ വിജയം പ്രവചിച്ചുകൊണ്ട് ഉരുളുന്ന ഒരപ്പം വന്ന് കൂടാരത്തെ തകർക്കുന്നത് ശത്രുപക്ഷത്തെ ഒരു സൈനികനാണ് സ്വപ്നം കാണുന്നത്. അതുപോലെ യേശുവിന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് പീലാത്തോസിന്റെ ഭാര്യയ്ക്കും സ്വപ്നത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചു. കണ്ടില്ലേ, സ്വന്തം ജനത്തെ സംരക്ഷിക്കാൻ ദൈവം പുറത്തുള്ളവരുടെ സ്വപ്നങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു. 5-ാമത്തെ വിഭാഗത്തിലേക്ക് വരാം. സ്വപ്നങ്ങളെങ്ങനെ മുന്നറിയിപ്പുകളും മാർഗദർശിയുമാകുന്നു.
നമ്മുടെ ജീവിതത്തിൽ സുരക്ഷയ്ക്കും പ്രായോഗിക തീരുമാനങ്ങൾക്കുമുള്ള ഒരു അടിപൊളി ദൈവിക GPS സിസ്റ്റമായി സ്വപ്നങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പുതിയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതം കാണിച്ചു തരുന്നു. ആദ്യം ഹെരോദാവിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് ഓടിപ്പോകാനൊരു മുന്നറിയിപ്പ്. പിന്നീട് അവിടെ തന്നെ സുരക്ഷിതമായി തുടരാനുള്ള നിർദ്ദേശം. ഒടുവിൽ ഹെരോദാവ് മരിച്ചുവെന്നും ഇനി ധൈര്യമായി ഇസ്രയേലിലേക്ക് മടങ്ങാമെന്നുമുള്ള മെസ്സേജ്. ആ സങ്കീർണമായ അവസ്ഥയിൽ ജോസഫിന്റെ കുടുംബത്തെ ജീവനോടെ നിലനിർത്തിയത് പടിപടിയായി ലഭിച്ച ഈ സ്വപ്നങ്ങളാണ്. വേറെയും ചില ഉദാഹരണങ്ങൾ നോക്കാം. യാക്കോബിനെതിരെ മോശമായി ഒന്നും സംസാരിക്കരുതെന്ന് ലാബാന് സ്വപ്നത്തിൽ കൃത്യമായ താക്കീത് ലഭിക്കുന്നു. അതുപോലെ മാസിഡോണിയയിലേക്ക് പോയി തങ്ങളെ സഹായിക്കാൻ പൗലോസിനോട് ഒരാൾ അപേക്ഷിക്കുന്ന ദർശനം. കുരിന്തിൽ ഭയപ്പെടാതെ 1.5 വർഷം തുടരാനുള്ള നിർദ്ദേശം വേറെ. വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കൃത്യമായ തീരുമാനങ്ങളെടുക്കാനും ഈ രാത്രി ദർശനങ്ങൾ എത്രത്തോളം സഹായിച്ചുവെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അവസാനമായി 6ാമത്തെ വിഭാഗം, സ്വപ്നങ്ങളുടെ അർത്ഥവും അതിലെ രഹസ്യങ്ങളും. പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സ്വപ്നങ്ങളുടെ രഹസ്യം എന്താണെന്നാണ് പ്രഭാഷകൻ ഇവിടെ പറയുന്നത്. ഈ 2 എന്ന നമ്പർ ശ്രദ്ധിച്ചോ? പ്രഭാഷണം പറയുന്നത് ഫറവോന്റെ പശുക്കളെക്കുറിച്ചുള്ള സ്വപ്നമോ ജോസഫിന്റെ കറ്റകളെക്കുറിച്ചുള്ള സ്വപ്നമോ പോലെ ഒരേ സ്വപ്നം തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ 2 തവണ ആവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ ആ കാര്യം ദൈവം പൂർണ്ണമായും തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് ഉടൻ തന്നെ സംഭവിക്കുമെന്നുമാണതിന്റെ അർത്ഥം. ബാബിലോൺ രാജാവായ നെബൂക്കദ്നേസറിന്റെയും ഡാനിയേലിന്റെയും കഥ തമ്മിലുള്ള താരതമ്യം ഇവിടെ വളരെ രസകരമാണ്. രാജാവ് വലിയൊരു സ്വപ്നം കണ്ടു പേടിച്ചു. പക്ഷേ അദ്ദേഹം അത് മറന്നുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികർക്കും ജ്യോതിഷികൾക്കൊന്നും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർക്ക് വ്യാജമായ ആശ്വാസം നൽകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ദാനിയേൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആ സ്വപ്നം എന്താണെന്ന് കൃത്യമായി ഓർത്തെടുക്കുകയും അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തു. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിലെ ഈ വരികൾ കേൾക്കുക. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രഭാഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിനെ ഇത് പൂർണ്ണമായും സംഗ്രഹിക്കുന്നു. ഭൂമിയിലെ അറിവുകൾക്കൊക്കെ അപ്പുറം നമ്മുടെ ഉപബോധ മനസ്സിലെ ദർശനങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അർത്ഥം മനസ്സിലാകുന്നത് ദൈവീകമായ വെളിപ്പാടിലൂടെ മാത്രമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം സദസ്സിനോടായി വളരെ പ്രായോഗികമായൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഉറങ്ങുന്നതിനു മുമ്പ് വിവേചനത്തിനായി പ്രാർത്ഥിക്കുക. ദിവസവും കിടക്കുന്നതിനു മുമ്പ് ദൈവവുമായി ആത്മീയമായി സംസാരിക്കാനും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനും എന്ത് ചെയ്യണം, ആരെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പുകൾ നൽകാനും പ്രാർത്ഥിക്കാൻ അദ്ദേഹം എല്ലാവരെയും ഉപദേശിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ രാത്രികാല സ്വപ്നങ്ങൾ പകൽ സമയത്തെ വെറും ചിന്തകളുടെ പ്രതിധ്വനികൾ മാത്രമാണോ? അതോ നിങ്ങൾ മനസ്സിലാക്കാൻ കാത്തിരിക്കുന്ന അതിപ്രധാനമായ എന്തെങ്കിലും ദൈവീക സന്ദേശങ്ങൾ അതിലുണ്ടോ? ഈ പുരാതന ബൈബിൾ ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ സ്വന്തം സ്വപ്നാനുഭവങ്ങളെ ഒന്നുകൂടി വിലയിരുത്താൻ ഈ ചോദ്യം തീർച്ചയായും നിങ്ങളെ സഹായിക്കും. സങ്കീർണമായ ഈ വിഷയം മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണാം. നന്ദി.